പേഴ്സണലി ഇഷ്ടമുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് ഡബ്സിയും എംഎച്ച്ആറും. മ്യൂസിക്കിനോടുള്ള ഇഷ്ടം എന്നതിലുപരി മറ്റു പല കാരണങ്ങളും അതിനു പിന്നിലുണ്ട്. അത് വീഡിയോയുടെ അവസാനത്തിൽ പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച ഡബ്സിയും എംഎച്ച്ആറും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന റാപ്പുകൾ കൊണ്ടുള്ള യുദ്ധമാണ്. പരസ്പരം ഡിസ്ട്രാക്കുകൾ ഇറക്കി മുമ്പുണ്ടായിരുന്ന വൈര്യം ആളിക്കത്തിക്കുകയാണ് രണ്ടുപേരും. ഡിസ്ട്രാക്കുകൾ ഒരുപക്ഷെ മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത ഒന്നാണ്. പരസ്പരം പോർ വിളിച്ചും അധിക്ഷേപിച്ചും വെർബലി അറ്റാക്ക് നടത്തുന്ന ട്രാക്കുകളെയാണ് ഡിസ്ട്രാക്കുകൾ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള റാപ്പർമാർക്കിടയിൽ ഇത് സർവ്വസാധാരണമാണെങ്കിലും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ട്രാക്കുകൾ അധികം ഇറങ്ങാറില്ല. എന്നാൽ ഡബ്സി അച്ചാർ എന്ന ട്രാക്ക് റിലീസ് ചെയ്തതോടെയാണ് ഡിസ്ട്രാക്ക് എന്ന ടേം ചർച്ചയിലേക്ക് വന്നത്. ഡബ്സിയുടെ അച്ചാറിന് മറുപടിയായി 6 ദിവസത്തിനുള്ളിൽ എംഎച്ച്ആറും ആരടാ അത് എന്ന പേരിൽ ട്രാക്ക് ഇറക്കി. അതോടെ അവർക്കിടയിലുള്ള വൈര്യം മറനീക്കി പുറത്തുവരികയും ചർച്ചകൾ സജീവമാകുകയും ചെയ്തു. അതോടെ മുമ്പിറങ്ങിയ പല ട്രാക്കുകളും ഡിസ്ട്രാക്കുകളാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. എന്താണ് അവർക്കിടയിലുള്ള ശരിയായ പ്രശ്നം? അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു സിനിമോസഫി. 6 വർഷങ്ങൾക്ക് മുമ്പ് ഹിപ്ഹോപ്പ് കൾച്ചറും റാപ്പും കേരളത്തിന്റെ പൊതുധാരയിൽ സജീവമാകുന്ന സമയത്താണ് കുറച്ച് ആർട്ടിസ്റ്റുകൾ ചേർന്ന് മനുഷ്യർ എന്ന പേരിൽ ഒരു ബാൻഡ് രൂപീകരിക്കുന്നത്. ഡബ്സി, എംഎച്ച്ആർ, സിംഹക്കുട്ടി, എസ് എ, ജോക്കർ തുടങ്ങിയ ആർട്ടിസ്റ്റുകളാണ് അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. സംവിധായകൻ ആഷിഖ് അബു, സംഗീത സംവിധായകൻ ബിജിപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കളക്റ്റീവാണ് കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ. കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ 2020 കോവിഡ് സമയത്ത് കൊച്ചിയിൽ വെച്ച് പറ എന്ന പേരിൽ ഒരു ഹിപ്ഹോപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരുന്നു. വേടൻ ഉൾപ്പെടെയുള്ള പല റാപ്പ് ആർട്ടിസ്റ്റുകളും അതിൽ പെർഫോം ചെയ്തിരുന്നു. ഡബ്സി, എസ് എ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ പറയിൽ പങ്കെടുത്തത് മനുഷ്യർ എന്ന ബാൻഡിന് കീഴിലാണ്. അതിലപ്പുറമുള്ള ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി അന്ന് ഡബ്സി ഉൾപ്പെടെയുള്ള ഒരു ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ എന്ന ബാൻഡിന് കീഴിൽ ഡബ്സി ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ നിരവധി ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ ഇറക്കി. മാരിജൻ, പുള്ളെ, ഊര തുടങ്ങിയ നിരവധി മികച്ച വർക്കുകൾ മനുഷ്യർക്ക് കീഴിൽ അന്ന് ഇറങ്ങിയിരുന്നു. എല്ലാം ക്വാളിറ്റിയുള്ള വർക്കുകളാണ്. വീഡിയോ പ്രൊഡക്ഷനിൽ ക്വാളിറ്റി അല്പം കുറവായിരുന്നുവെങ്കിലും ഓഡിയോ ക്വാളിറ്റിയും മിക്സിംഗും എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. പല ടേസ്റ്റുള്ള ആർട്ടിസ്റ്റുകളെ ഒരു കുടക്കീഴിൽ നിർത്തി ക്വാളിറ്റിയുള്ള വർക്കുകൾ ഇറക്കുക എന്നതായിരുന്നു മനുഷ്യർ എന്ന ബാൻഡിന്റെ ഫിലോസഫി. എല്ലാത്തരം ടേസ്റ്റുകളുമുള്ള ആളുകളുടെ കൂട്ടത്തെയാണല്ലോ നമ്മൾ മനുഷ്യർ എന്ന് പറയുക. അതേ ഐഡിയ തന്നെയായിരുന്നു മനുഷ്യർ എന്ന പേരിന് പിന്നിലും. ഫോർ എക്സാമ്പിൾ ബീറ്റ് മേക്കേഴ്സ് ആണെങ്കിൽ പോലും സിംഹക്കുട്ടി, സുശീലൻ, പിന്നെ നിയാസ്, എംഎച്ച്ആർ 4 പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ ടീമിൽ ഓൾറെഡി ബൈൻഡഡ് ആണ്. ഞാൻ ഓൾറെഡി ഉണ്ട്. പിന്നെ അതുപോലെ ഷാമിൽ, ജോക്കറിന്റെ എൻറ്റയർലി ഒരു ന്യൂ സ്കൂൾ കൈൻഡ് ഓഫ് ക്രിയേഷൻസ് ആണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി. മനുഷ്യർ അങ്ങനെയാണല്ലോ. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, എന്റെ ഒരു ഏറ്റവും വലിയ വിഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്റെ ലൈഫിൽ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ കാണുന്ന ആഫ്റ്റർ 5 years മനുഷ്യർ ഒരു അക്കാഡമി ആയിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല, ടോപ്പ് ബ്രാൻഡായിട്ട് ഹിപ്ഹോപ്പ് എന്നല്ല, അത് ഞാൻ തീർന്നു കഴിഞ്ഞാൽ മനുഷ്യർ അവിടെ ഡീൽ ചെയ്തോണ്ട് ഒരു 200-300 ആർട്ടിസ്റ്റുള്ള ഒരു ഹോം മനുഷ്യരായി മാറിക്കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ ആർക്കാ പറ്റുക? റാപ്പ് ആണെങ്കിലും ഈവൻ ഗസലാണെങ്കിലും ഇനിയിപ്പോ റോക്കിലേക്ക് കൺവേർട്ട് ആവാൻ പോകണം. മനുഷ്യരുടെ നെക്സ്റ്റ് എക്സ്റ്റൻഷൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, റോക്ക് മ്യൂസിക്കിലേക്ക്. കാര്യം ഞാനൊരു റോക്ക് ഇൻസ്പയർഡ് ആർട്ടിസ്റ്റ് ആണ്. 2022 മാർച്ചിലാണ് മനുഷ്യർ എന്ന ബാൻഡിന്റെ അവസാനത്തെ ട്രാക്ക് ഇറങ്ങുന്നത്. സിംഹക്കുട്ടിയും ഡബ്സിയും കൂടെ ചേർന്ന് ചെയ്ത അടി എന്ന ട്രാക്കാണ് അവസാനമായി ഇറങ്ങിയത്. അതിനുശേഷം മനുഷ്യർ എന്ന ബാൻഡിന്റേതായി ഒരു ട്രാക്കും ഇറങ്ങിയിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. ഇതേ വർഷം തന്നെയാണ് തല്ലുമാല എന്ന സിനിമ റിലീസാകുന്നത്. മനുഷ്യർ എന്ന ബാൻഡിന് കീഴിൽ പിന്നീട് ഒരു വർക്ക് ഇറങ്ങാതിരുന്നതും തല്ലുമാല റിലീസായതും തമ്മിൽ ബന്ധമുണ്ട്. ഓഗസ്റ്റ് 12-നാണ് തല്ലുമാല റിലീസ് ചെയ്തത്. എന്നാൽ അതിന് 2 ദിവസം മുമ്പ്, അതായത് ഓഗസ്റ്റ് 10-ന് തല്ലുമാല ടീം ഒരു പ്രൊമോ സോങ് പുറത്തുവിട്ടു. ഡബ്സി എന്ന ആർട്ടിസ്റ്റിനെ ലോകത്താകമാനമുള്ള മലയാളികൾ അറിഞ്ഞത് ആ പ്രൊമോ സോങ്ങിലൂടെയാണ്. അതുവരെ മനുഷ്യർ എന്ന ബാൻഡിലെ ഒരു ആർട്ടിസ്റ്റ് മാത്രമായിരുന്ന ഡബ്സി ഒരു രാത്രി കൊണ്ട് ഡബ്സി എന്ന ബ്രാൻഡായി വളർന്നു. ഒരു രാത്രി കൊണ്ട് എന്ന് പറഞ്ഞത് ഒരിക്കലും പെരുപ്പിച്ചു പറഞ്ഞതല്ല. അക്ഷരാർത്ഥത്തിൽ ഒരു രാത്രി പുലർന്നപ്പോൾ ഡബ്സിയുടെ ജീവിതം മാറിമറിഞ്ഞു. മണവാളൻ തഗ് ഇറങ്ങിയ പാടെ മലയാളികൾ സെർച്ച് ചെയ്തത് ആരാണ് ഡബ്സി എന്നുള്ളതായിരുന്നു. അതിനു പ്രധാന കാരണം അന്നുവരെ കേട്ട് ശീലിച്ച രീതിയിലുള്ള പാട്ടായിരുന്നില്ല മണവാളൻ തഗ് എന്നതായിരുന്നു. മലപ്പുറം സ്ലാങ്ങിൽ എഴുതിയ എന്നാൽ മേക്കിംഗ് ക്വാളിറ്റിയിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന വർക്കായിരുന്നു മണവാളൻ തഗ്. കട്ട ലോക്കലായിട്ടുള്ള ഇന്റർനാഷണൽ ട്രാക്ക്. അതിൽ ഡബ്സി ധരിക്കുന്ന കോസ്റ്റ്യൂമിൽ പോലും ആ ഒരു റെഫറൻസ് വ്യക്തമായിരുന്നു. മലപ്പുറത്തെല്ലാം നാടൻ പിള്ളേരെടുക്കുന്ന ഒരു ലുങ്കിയാണ് ഡബ്സിയുടെ അരക്ക് താഴെയുള്ള വേഷം. എന്നാൽ അരക്ക് മുകളിലേക്ക് ഹുഡിയും സൺഗ്ലാസും എല്ലാം
മാത്രമുള്ള മോഡേൺ വേഷവും അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പൊളിറ്റിക്സ് കൂടിയാണത്. എന്തായാലും ആ പാട്ടോടുകൂടി ഡബ്സിയുടെയും മനുഷ്യർ എന്ന ബാൻഡിന്റെയും തലവര മാറിമറിഞ്ഞു. ഡബ്സിയുടെ പോപ്പുലാരിറ്റിയിൽ മങ്ങിപ്പോയ പേരായിരുന്നു MHR എന്നത്. മണവാളൻ തഗ് ശരിക്കും 3 പേരുടേതായിരുന്നു: ഡബ്സി, SA, MHR. മ്യൂസിക് കമ്പോസ് ചെയ്തതും അറേഞ്ച് ചെയ്തതും ഡബ്സി ആയിരുന്നു. എഴുതിയതും പാടിയതും ഡബ്സിയും SAയും ചേർന്നായിരുന്നു. എന്നാൽ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തത് MHR ആയിരുന്നു. പക്ഷേ മലയാളികൾ ഡബ്സിയെ സെലിബ്രേറ്റ് ചെയ്തതിന്റെ 10% പോലും MHRനെ സെലിബ്രേറ്റ് ചെയ്തില്ല. MHR എന്ന പേര് പോലും മണവാളൻ തഗിനു ശേഷം ആരും ചർച്ച ചെയ്തില്ല. ഡബ്സിയാണെങ്കിൽ വലിയൊരു ബ്രാൻഡായി മാറുകയും ചെയ്തു. അതിനുശേഷം അവർ ഒന്നിച്ചു ചെയ്ത വർക്ക് മലബാരി ബാങ്ങറാണ്. ഈ പാട്ട് ശ്രദ്ധിച്ചു കേട്ടാൽ ഒരു കാര്യം മനസ്സിലാകും, അത് അവരുടെ അവസാന കൊളാബറേഷൻ ആയിരുന്നുവെന്ന്. അത് ആ ട്രാക്കിൽ തന്നെ പറയാതെ പറയുന്നുണ്ട്. അവർ പരസ്പരം പറയാനുള്ളത് പറയുന്ന പാട്ടാണത്. MHRന് വേണ്ടി ജോക്കറാണ് സംസാരിക്കുന്നത്. SAക്ക് പറയാനുള്ളത് പുള്ളിയും വരികളിലൂടെ പറയുന്നുണ്ട്. ഡബ്സിക്ക് പറയാനുള്ളത് ഡബ്സിയും പറയുന്നുണ്ട്. ഇപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രോപ്പർ ക്ലോഷർ പോലെ തോന്നാറുണ്ട്. അവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ പണത്തിന്റെ ഇടപാടിൽ വന്ന ക്ലാഷ് ആവാനാണ് സാധ്യത. MHRന്റെ പിന്നീട് വന്ന പല ട്രാക്കുകളിലും അങ്ങനെ ഒരു കാര്യം വായിച്ചെടുക്കാനാകും. അതല്ലെങ്കിൽ പെട്ടെന്നുള്ള വളർച്ചയിൽ ഈഗോ കയറിയ ഡബ്സി സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയതാകാനും സാധ്യതയുണ്ട്. തിരിഞ്ഞു നോക്കിയില്ല എന്നതിലുപരി ഒരുമിച്ച് നിന്ന് വളർന്നു വന്നവരാണ് മനുഷ്യരിലെ ആർട്ടിസ്റ്റുകൾ. മണവാളൻ തഗ് പോലും ഡബ്സിയുടെ സ്വന്തം വർക്കല്ല, ഗ്രൂപ്പ് വർക്കാണ്. പക്ഷേ അതിന്റെ ഗുണം ഡബ്സിക്ക് മാത്രം കിട്ടുകയും ഡബ്സി അത് ഷെയർ ചെയ്യാതെ മാക്സിമം ഒറ്റക്ക് അനുഭവിക്കുകയും ചെയ്തു. ഇതാണ് അവർക്കിടയിലെ പ്രധാന പ്രശ്നമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നീടാണ് മങ്കയും ഒട്ടകവും തമ്മിലുള്ള പ്രശ്നം വരുന്നതും അവർ തമ്മിലുള്ള അകൽച്ച പ്രേക്ഷകർ അറിയുകയും ചെയ്യുന്നത്. മനുഷ്യരിലെ മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് പറയാനുള്ളത് കൃത്യമായി പല ട്രാക്കുകളിലൂടെയും അവർ ഡബ്സിയോട് പറഞ്ഞിട്ടുണ്ട്. ആ ട്രാക്കുകളൊന്നും ഇറങ്ങിയ സമയത്ത് ഡിസ്ട്രാക്കുകളാണെന്ന് ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ അത്തരത്തിലുള്ള അർത്ഥങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കാനാകും. MHRും ജോക്കറും കൂടെ ചെയ്ത മുന്തിരിച്ചാർ എന്ന ട്രാക്ക് എടുക്കാം. മുന്തിരിച്ചാർ എന്നാൽ എല്ലാവർക്കും അറിയുന്ന പോലെ വീഞ്ഞാണ്. പഴകുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞ്. അറബിയിൽ എഴുതിയതും മുന്തിരിച്ചാർ എന്ന് തന്നെയാണ്. അത് കഴിഞ്ഞ് വെർട്ടിക്കലായി എഴുതിയ അറബി പ്രയോഗത്തിന്റെ അർത്ഥം ഗെറ്റ് ലോസ്റ്റ് മാൻ എന്നാണ്. ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ കോണ്ടക്സ്റ്റിൽ അതിലെ വരികൾ ഒന്നുകൂടി കേട്ടു നോക്കിയാൽ നല്ല ലക്ഷണമൊത്ത ഒരു ഡിസ്ട്രാക്ക് നിങ്ങൾക്ക് ആസ്വദിക്കാനാകും. ഇതിന്റെ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗും ഇൻട്രസ്റ്റിംഗ് ആണ്. 3 കൂട്ടുകാർക്കിടയിലേക്ക് 4-മനായി ഒരു പയ്യൻ വരുന്നു. അവന്റെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട്. ഒരു നിധി എടുക്കാനുള്ള മാപ്പാണ് അവന്റെ കയ്യിലുള്ളത്. ഒരു രാത്രി അവർ നിധിപ്പെട്ടി തുറക്കാനുള്ള താക്കോൽ എടുക്കാൻ വേണ്ടി പോകുന്നു. അവർ 4 പേരും ഒരുമിച്ച് നിന്ന് ആ താക്കോൽ എടുക്കുന്നു. എന്നാൽ താക്കോൽ തന്റെ കയ്യിൽ കിട്ടാത്തതിൽ 4ാമത് വന്ന പയ്യൻ അസ്വസ്ഥനാകുന്നു. അവൻ രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ താക്കോൽ മോഷ്ടിച്ച് കടന്നു കളയുന്നു. എന്നാൽ അവസാനം അവൻ നിധിപ്പെട്ടിക്കരികിൽ എത്തുമ്പോഴാണ് അവൻ അറിയുന്നത് ആ പെട്ടിക്ക് 2 താക്കോൽ ദ്വാരങ്ങൾ ഉണ്ടെന്ന്. എൻഡിങ്ങിൽ ഒരു താക്കോലുമായി നിൽക്കുന്ന മൂവർ സംഘത്തെ കാണിക്കുന്നു. താക്കോലുമായി പോയവൻ ഒരിക്കൽ തിരിച്ചു വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ 3 പേരും കാത്തിരിക്കുന്നു. ആ പാട്ടിൽ ജോക്കർ പറയുന്ന പോലെ Let me tell you, slow down, boy. Kada paranyo. Back to your home, brother man. നോക്കിത്തിരിഞ്ഞു. അലിഫ് എന്ന ട്രാക്കിൽ SAയും ഈ കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അന്നാർക്കും മനസ്സിലായില്ല. മുന്തിരിച്ചാറിന് മുമ്പ് ഇറങ്ങിയ മജ്നബി ലക്ഷണമൊത്ത ഒരു ഡിസ്ട്രാക്കാണ്. അങ്ങനെ MHRന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഡിസ്ട്രാക്കുകൾ ഇറങ്ങിയിരുന്നു. അതിനെല്ലാം ഉള്ള മറുപടി എന്ന നിലക്കാണ് ഡബ്സി അച്ചാർ ചെയ്തത്. എന്നാൽ അതിന് അധികം ആയുസ്സുണ്ടായില്ല. കൃത്യം 6 ദിവസത്തിനുള്ളിൽ MHR അതിന് മറുപടി നൽകി. മനുഷ്യർ എന്ന ബാൻഡിന്റെ തകർച്ചയാണ് MHRനെയും ജോക്കറിനെയും എല്ലാം പ്രകോപിപ്പിച്ചത് എന്ന് വ്യക്തമാണ്. ആരടാ അത് എന്ന ട്രാക്കിന്റെ കവർ ഫോട്ടോയിൽ പൊട്ടിച്ചിതറിയ മനുഷ്യർ എന്ന ബാൻഡിന്റെ ലോഗോ നമുക്ക് കാണാം. എല്ലാ ഡിസ്ട്രാക്കിലും MHRും ജോക്കറും SAയും എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്: ബാക്ക് ടു യുവർ ഹോം മാൻ. എന്നെങ്കിലും മോഷ്ടിച്ചോടിയ താക്കോലുമായി ഡബ്സി മടങ്ങി വരുമെന്നും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിധിയെടുക്കാൻ കഴിയൂ എന്നും മനുഷ്യരിലെ മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് ബോധ്യമുണ്ട്. മടങ്ങി വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒട്ടകത്തിന്റെ ഇഷ്യൂവിലുള്ള ഡബ്സിയുടെ പ്രതികരണങ്ങളെല്ലാം കണ്ടപ്പോൾ പുള്ളി വന്ന വഴി മറന്ന പോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എന്തായാലും കാത്തിരുന്നു കാണാം. ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തി ഈ ഹിപ്പോ മൂവ്മെന്റിനെ നോക്കി കാണുകയാണെങ്കിൽ ഒരു മലബാറുകാരൻ എന്ന നിലയിൽ, വിശിഷ്യ ഒരു മലപ്പുറംകാരൻ എന്ന നിലയിൽ ഐ ആം സോ പ്രൗഡ്. മലപ്പുറം സ്ലാങ്ങിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ കേട്ട ഒരു വ്യക്തിയാണ് ഞാൻ. കൾച്ചറൽ റെസിസ്റ്റൻസ് എന്ന നിലയിൽ സ്ലാങ്ങിനെ കാണുമ്പോൾ ഒരു അപകർഷതാബോധം എവിടെയോ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നെപ്പോലെ നിരവധി പേരെ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ആ സ്ലാങ്ങിനെ, പ്രയോഗങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആർട്ടിസ്റ്റുകളാണ് ഡബ്സിയും MHRുമല്ല. ഒരർത്ഥത്തിൽ
അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തന്നെയാണ്. സുഗുണ്ടയും ഒരു ശരിയുണ്ട് എന്ന മലപ്പുറത്തിന്റെ പ്രയോഗത്തെ ലോകം മുഴുവനുള്ള മലയാളികളെ കൊണ്ട് പറയിപ്പിച്ച ആർട്ടിസ്റ്റാണ് ഡബ്സി. അത്തരത്തിലുള്ള പ്രയോഗം മോശമായൊരു കാര്യമല്ല എന്ന ധാരണ ഡബ്സി ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകളുടെ വർക്കുകളിലൂടെ കേരളത്തിന്റെ പൊതുബോധം അംഗീകരിച്ചു. ശരിക്കും ഹിപ്ഹോപ്പ് മൂവ്മെന്റിന്റെ ഒരു പൊളിറ്റിക്സും അതുതന്നെയാണ്. കറുത്ത വർഗ്ഗക്കാരുടെ പൊളിറ്റിക്കൽ കൾച്ചറൽ റെസിസ്റ്റൻസ് ആയാണ് ഹിപ്ഹോപ്പ് കൾച്ചർ രൂപപ്പെട്ടു വന്നത്. ആ കൾച്ചർ മോശമല്ല എന്ന ധാരണ ലോകത്തിന് നൽകുകയാണ് ഹിപ്ഹോപ്പ് ചെയ്തത്. ഡബ്സി, MHR ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകളും അതുതന്നെയാണ് ചെയ്യുന്നത്. ഹിപ്ഹോപ്പും മലബാറും എന്ന വിഷയത്തിൽ വിശദമായൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് മുകളിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ എന്താണ് MHR ഡബ്സി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. ഇടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസും ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.